കൊച്ചിയിലെ ഹോട്ടലിൽ നിന്ന് പോലീസിനെ ഭയന്ന് ഷൈൻ ടോം ചാക്കോ ചാടി ഓടിയ സംഭവത്തിന് ശേഷം മാതാപിതാക്കളുടെ വാക്ക് അനുസരിച്ചായിരുന്നു നടന്റെ ജീവിതം. ലഹരി ഉപയോഗിച്ചിരുന്നതായി സമ്മതിച്ച ഷൈന് കാവലാളായി പിതാവ് CP ചാക്കോയും അമ്മയും സദാ ഒപ്പമുണ്ടായിരുന്നു. യാത്ര പോകുമ്പോഴും താമസ സ്ഥലത്തും എല്ലാം പിതാവ് ഷൈന് കൂട്ടുപോയി. ബംഗളൂരുവിലേക്ക് കാറിലുള്ള യാത്രയും ഷൈന് വേണ്ടിയായിരുന്നു. തൊടുപുഴയിൽ ലഹരി വിമുക്ത ചികിത്സ പൂർത്തിയാക്കിയ ഷൈനെ പുനരധിവാസത്തിന്റെ ഭാഗമായിട്ടാണ് ബംഗളൂരുവിലെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയത്. കൊച്ചി ഹോട്ടലിലെ സംഭവത്തിന് ശേഷം ഷൈന് മുറി കൊടുക്കാൻ ഹോട്ടലുകാർ ഒഴിവുകഴിവ് പറഞ്ഞിരുന്നതായും വീട്ടുകാർ പറയുന്നു. പല ഹോട്ടലുകളിലും റൂമെടുക്കാൻ വിളിക്കുമ്പോൾ എല്ലാം ഫുള്ളായി എന്ന മറുപടിയാണ് കിട്ടിയത്. ഈ മറുപടി കേട്ട് ഷൈനെ പോലെ തന്നെ മാതാപിതാക്കളുടെയും മനസ്സ് വല്ലാതെ വേദനിച്ചു. പൊതുസ്ഥലത്ത് പോകുമ്പോൾ കുറ്റവാളിയെപ്പോലുള്ള നോട്ടങ്ങളും സഹിച്ചില്ല. ബംഗളൂരുവിലേക്ക് വിമാനയാത്ര ഒഴിവാക്കിയത് ഈ തുറിച്ചുനോട്ടം ഭയന്നാണ്. സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള മകന്റെ തീവ്രമായ ആഗ്രഹത്തിന് തുണയാവാനാണ് CP ചാക്കോയും അമ്മയും ഒപ്പം പോയത്. അടുത്ത ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ബംഗളൂരുവിൽ ആയതുകൊണ്ട് തന്നെ യാത്രയുറപ്പിച്ചു. അത് ദുരന്തത്തിൽ കലാശിക്കുകയും ചെയ്തു. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് എറണാകുളത്ത് നിന്ന് ബംഗളൂരുവിലേക്ക് ഇവർ യാത്ര തിരിച്ചത്. പുലർച്ചെ 6 മണിയോടെ സേലത്ത് വച്ചാണ് അപകടമുണ്ടായത്. ഷൈന്റെ വലതുകൈക്ക് പരിക്കേറ്റിട്ടുണ്ട്. അമ്മയ്ക്കും സഹോദരനും ഷൈന്റെ സഹായിക്കും ചെറിയ പരിക്കുകളുണ്ട്. ഇവരെ ധർമ്മപുരിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതേസമയം തന്നെ ഒപ്പീസ് എന്ന സിനിമ നിർമ്മിക്കാൻ അണിയറ പ്രവർത്തനം ഇവർ നടത്തുന്നതിനിടയിലാണ് പിതാവ് ചാക്കോയുടെ വിടവാങ്ങൽ. 3 ദിവസം മുമ്പാണ് സിനിമയ്ക്ക് വേണ്ടി ചാക്കോ കരാറുണ്ടാക്കിയത്. മറ്റൊരു നിർമ്മാതാവ് നിർമ്മിച്ച സിനിമ ഇടയ്ക്ക് വെച്ച് മുടങ്ങിയതോടെ ആ നിർമ്മാതാവിൽ നിന്ന് സിനിമയുടെ അവകാശം വാങ്ങിയെടുക്കുകയായിരുന്നു. ഈ കരാറുമായി ഫിലിം ചേംബറിനെ സമീപിക്കാനിരിക്കെയാണ് ദുരന്തമുണ്ടായത്. ഷൈനും സഹോദരനും ഒരുമിച്ച് അഭിനയിക്കുന്ന ഒപ്പീസ് സാക്ഷാത്കരിക്കാൻ കഴിയാതെയാണ് മടക്കം. അതേസമയം വാഹനാപകടത്തിൽ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് മരിച്ചിരുന്നുവെന്ന് ഡ്രൈവർ പാച്ചു പറഞ്ഞു. ലോറി ട്രാക്ക് മാറിയതുകൊണ്ടാണ് പെട്ടെന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ടത്. അപ്പോൾ അതുവഴി പോയ ഒരു മലയാളിയുടെ കാറിലാണ് അച്ഛനെ ആശുപത്രിയിൽ എത്തിച്ചതെന്നും ഡ്രൈവർ ഒരു മാധ്യമത്തോട് പറഞ്ഞു. ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പേ തന്നെ അദ്ദേഹം ഞങ്ങളെ വിട്ടുപോയി. ഡ്രൈവർ സീറ്റിന് പിറകിലായിരുന്നു അദ്ദേഹം ഇരുന്നത്. ഷൈൻ ചേട്ടൻ ഏറ്റവും പിറകിലാണിരുന്നത്. ആശുപത്രിയിലേക്ക് പോകുന്നതിനിടെ വിളിക്കുമ്പോൾ ചെറിയ പ്രതികരണങ്ങളുണ്ടായിരുന്നു. ആശുപത്രിയിൽ എത്താറായപ്പോൾ പിന്നെ മിണ്ടാതെയായി. അതോടെ ഞങ്ങളുടെ പ്രതീക്ഷയെല്ലാം പോയി, ഡ്രൈവർ പറഞ്ഞു.